ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അവരുടെ വസ്ത്രധാരണം, നിറം, രൂപം ഇതെല്ലാം കണ്ടുകൊണ്ട് വിലയിരുത്താറുണ്ട്. എന്നാൽ കൂട്ടുകാരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കാണുന്നത് ആ മനുഷ്യന്റെ പുറംഭാഗം മാത്രമാണ്. വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിറയെ സങ്കടമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കാം. ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ മുറിവേറ്റ ഒരു ഹൃദയം ഉണ്ടായിരിക്കാം. നിശബ്ദനായി ശാന്തനായി കാണപ്പെടുന്ന ഒരാളുടെ ഉള്ളിൽ നിറയെ ആശയങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും ആരെയും പുറമോടി കണ്ട് വിലയിരുത്തരുത് എന്ന്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഓരോരോ കഥകൾ ഉണ്ടാകാം. അവർക്ക് ബാല്യകാലത്തിലേറ്റ മുറിവുകൾ, നിരാശകൾ, പരാജയങ്ങൾ ഇതെല്ലാമാണ് ഒരു മനുഷ്യനെ പലപ്പോഴും അവരുടെ സ്വഭാവങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതറിഞ്ഞ് നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക, മുൻവിധികളില്ലാതെ പെരുമാറുക. അതല്ലേ നല്ലത്? ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പുസ്തകത്തിന്റെ പുറംചട്ട ചിലപ്പോൾ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും കാണില്ല. പക്ഷേ ആ പുസ്തകത്തിനകത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമായ ഇഷ്ടംപോലെ അറിവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ ആ പുറംചട്ട മോശമായതുകൊണ്ട് പറയാൻ സാധിക്കുമോ ആ ബുക്ക് മോശമായിരുന്നു എന്ന്? ഒരിക്കലും ഇല്ല. തേങ്ങ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ പരുക്കനാണ്. പക്ഷെ അതിൽ നിന്നല്ലേ നമുക്ക് ഇത്രയും മധുരമുള്ള വെള്ളവും കരിക്കും എല്ലാം ലഭിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നമ്മൾ അറിയാത്ത കുറേയേറെ കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും മുൻവിധികളോടുകൂടി സമീപിക്കാതിരിക്കുക. കൂട്ടുകാരെ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവം നൽകിയ പ്രത്യേകമായിട്ടുള്ള ഒരേ കഴിവുകളുണ്ട്. നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ്. പക്ഷെ അതെല്ലാം സത്യമാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ വിധി എഴുതുന്നതിന് മുമ്പ് ചോദിക്കുക, മനസ്സിലൊന്ന് ചോദിക്കുക, ഈ മനുഷ്യൻ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക? അവിടെ ഒരു സ്നേഹത്തിന്റെ, കരുണയുടെ കണ്ണുകളോടുകൂടി നമ്മൾ അവരെ കാണാൻ ശ്രമിക്കുക. സ്നേഹമുള്ള, കരുണയുള്ള കണ്ണുകൾക്ക് മറ്റൊരാളെ ഒരിക്കലും വേദനിപ്പിക്കാൻ സാധിക്കില്ല. മറിച്ച് മുൻപിൽ നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ സാധിക്കും. ഇന്നത്തെ സമൂഹത്തിൽ കൂട്ടുകാരെ, പലരും മുഖംമൂടികൾ ധരിച്ചാണ് ജീവിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് ചിലരെല്ലാം അഭിനയിക്കുന്നു. പക്ഷെ അപ്പോഴും അകത്ത് നീറുന്ന ഒരു ഹൃദയമുണ്ടാകാം, കരയുന്ന ഒരു ഹൃദയമുണ്ടാകാം. ഞാൻ വളരെ ശക്തനാണെന്ന് ചിലരെല്ലാം അഭിനയിക്കുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കുന്നെന്നും ചിലർ അഭിനയിക്കുന്നു. പക്ഷെ ഇതൊന്നും സത്യമാവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആരെയും പുറമോടി കണ്ട് വിലയിരുത്തരുത്. ഒരാളെ ആദ്യമായി കാണുമ്പോൾ സൗമ്യമായ വാക്കുകളോടെ, സ്നേഹമുള്ള കണ്ണുകളോടെ, നല്ലൊരു പുഞ്ചിരോടുകൂടി അവരോട് പെരുമാറുക. അവരെ അടുത്തറിയാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഇന്ന് അവഗണിച്ചു വിടുന്ന ഒരു സാധാരണക്കാരനെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യനായിരിക്കാം നാളെ നമുക്കൊരു വലിയ സഹായം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവഗണിച്ചു വിട്ട ഒരു മനുഷ്യനായിരിക്കാം നാളെ നമുക്കൊരു പ്രചോദനമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ മുൻവിധികളില്ലാതെ മറ്റുള്ളവരെ മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. കൂട്ടുകാരെ, ഓരോ മനുഷ്യനും ഒരു കഥയാണ്. ഓരോ ഹൃദയത്തിന് പിന്നിലും പറയാത്ത ഒരുപാട് കഥകളുണ്ട്. ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഒരു പോരാട്ടം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ്, മുൻവിധി എഴുതുന്നതിന് മുമ്പ് അവരെ അടുത്തറിയാൻ ശ്രമിക്കുക. സ്നേഹത്തോട് പെരുമാറുക. അവിടെയാണ് നമ്മുടെ വ്യക്തിബന്ധം കൂടുതൽ കൂടുതൽ ഊഷ്മളമാകുന്നത്, നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറി മുൻപോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.